ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൊല്യൂഷൻസ് ആൻഡ് വ്യൂസ്. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സമയം എങ്ങനെ കൂടുതൽ എഫക്റ്റീവായി ഉപയോഗപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ എല്ലാവരുടെയും പരാതിയാണ് നമുക്ക് ഒന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. പക്ഷേ പൊതുവെ പറയാറുള്ളത് പോലെ എല്ലാ ആളുകൾക്കും ഒരു ദിവസത്തിൽ 24 മണിക്കൂർ തന്നെയാണ് ലഭിക്കുന്നത്. വളരെ തിരക്കുള്ള പല ആളുകൾക്കും അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒഴിവ് സമയവും ലൈഫും എൻജോയ് ചെയ്യാൻ പറ്റാറുണ്ട്. എന്നാൽ ചില ആളുകൾക്ക് ഒന്നിനും സമയമില്ല എന്നുള്ള പരാതിയാണുള്ളത്. ഒന്നിനും സമയമില്ല എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് സമയത്തെ ഫലപ്രദമായി പ്ലാൻ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ചെയ്യേണ്ടത് ജീവിത വിജയത്തിന് വളരെ അത്യാവശ്യമാണ്. ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർക്ക് ടൈം മാനേജ്മെൻറ്റ് കൂടിയേ തീരൂ. സമയം ഫലപ്രദമായി ഉപയോഗിക്കാനുള്ള കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ടിപ്സിലേക്ക് വരാം. ടിപ്പ് നമ്പർ 1, ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുക. നാളെ ചെയ്യേണ്ട കാര്യം ഇന്നേ പ്ലാൻ ചെയ്യുക. ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ നാളെ എന്തൊക്കെ ചെയ്യണമെന്നും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ലിസ്റ്റ് എഴുതി തയ്യാറാക്കുക. ഒപ്പം അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. അങ്ങനെയാകുമ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനാകും. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിനെ പ്രയോറിറ്റി ബേസിൽ എഴുതുക. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് എഴുതുക. ടൈപ്പ് എയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതും പെട്ടെന്ന് തീർക്കേണ്ടതുമായ കാര്യങ്ങൾ എഴുതുക. ടൈപ്പ് ബിയിൽ സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കുക. അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്നാൽ വേഗം തീർക്കേണ്ടതുമായ കാര്യങ്ങൾ എഴുതുക. ടൈപ്പ് സിയിൽ ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങൾ. ഇങ്ങനെ ടൈപ്പ് എ, ബി, സി എന്ന് കാറ്റഗറൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഡിഫറെൻറ്റ് കളേഴ്സുള്ള മാർക്കേഴ്സൊക്കെ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുന്നതാണ്. പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയാണിത്. ടൈപ്പ് എയിലെ വർക്കുകൾ ഫസ്റ്റ് തീർക്കാൻ ശ്രദ്ധിക്കുക. അതിൽ നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് ആദ്യം തീർക്കുക. അതിനുശേഷം ടൈപ്പ് ബിയും ടൈപ്പ് സിയും ഒക്കെ ചെയ്യുക. പിന്നെ ചെയ്തു തീർക്കേണ്ട ഓരോ കാര്യങ്ങൾക്കും ടൈം ഷെഡ്യൂൾ ഫിക്സ് ചെയ്യുക. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ ഒരു കാര്യത്തിന് അങ്ങനെ. ടിപ്പ് നമ്പർ 2, പ്രിപ്പയർ ചെക്ക് ലിസ്റ്റ്. ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. റിപ്പീറ്റ് ചെയ്തു വരുന്ന വർക്കുകൾക്കും സ്ഥിരമായി ചെയ്യാത്ത വർക്കുകൾക്കുമായിട്ട് ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ചെയ്യാനുള്ള കാര്യങ്ങൾ വിട്ടുപോകാതിരിക്കാൻ ഈ ചെക്ക് ലിസ്റ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓരോ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ള ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ നമുക്ക് ആ വർക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ലിസ്റ്റിൽ എഴുതിയ വർക്കുകളൊക്കെ ചെയ്ത് തീർത്ത് ലിസ്റ്റിൽ നിന്നും വെട്ടുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷവും അഭിമാനമൊക്കെ വരും. ടിപ്പ് നമ്പർ 3, പരേറ്റോയുടെ 80-20 റൂൾ ഫോളോ ചെയ്യുക. ഈ ലോജിക് പ്രകാരം നമ്മുടെ വർക്കിൻ്റെ 20% ചെയ്താൽ നമ്മുടെ ലക്ഷ്യത്തിൻ്റെ 80%ലേക്ക് എത്താം എന്നാണ്. വർക്കിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി 20% ചെയ്ത് തീർക്കുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യത്തോടൊപ്പം എന്നാണ് മീൻ ചെയ്യുന്നത്. ടിപ്പ് നമ്പർ 4, ഗോൾ സെറ്റ് ചെയ്യുക. ലോങ് ടേം ഗോളിൻ്റെയും ഷോർട്ട് ടേം ഗോളിൻ്റെയൊക്കെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക. ഡെയിലി ചെയ്യാനുള്ള വർക്കിൻ്റെ ലിസ്റ്റും ചെക്ക് ലിസ്റ്റും അതിനനുസരിച്ച് തയ്യാറാക്കുക. ഏത് വർക്കാണോ നമ്മുടെ ഗോളിലേക്ക് നമ്മൾ അടുപ്പിക്കുന്നത് അതിനനുസരിച്ച് ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തുക. ടിപ്പ് നമ്പർ 5, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളോ സിറ്റുവേഷൻസൊക്കെ വന്നാൽ നേരിടാൻ ഒരു 10% ടൈം അധികം മാറ്റിവെക്കുക. ഇത് കറക്റ്റ് ടൈമിൽ വർക്ക് തീർക്കുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ടിപ്പ് നമ്പർ 6, തടസ്സങ്ങളില്ലാത്ത കുറച്ച് ടൈം കണ്ടെത്തുക. ഒരു തരത്തിലും തടസ്സം വരാതെ കുറച്ച് സമയം മാറ്റിവെക്കുക. നമ്മൾ ചെയ്യുന്ന വർക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും നമ്മുടെ ചിന്തകൾ കോർത്തിണക്കാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പ്രയോറിറ്റി ബേസിൽ ഏറ്റവും ഫസ്റ്റിലുള്ള കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഈ ടൈം യൂസ് ചെയ്യാം. ഈ ടൈമിൽ TV, കമ്പ്യൂട്ടർ, മൊബൈൽ എന്നിങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും ഒഴിവാക്കുക. ഇതൊക്കെ നമ്മുടെ കോൺസെൻട്രേഷൻ കളയാനിടയുള്ള സാധനങ്ങളാണ്. ടിപ്പ് നമ്പർ 7, വീടും വർക്കിംഗ് പ്ലേസൊക്കെ ഓർഗനൈസ് ചെയ്യുക. ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോൾ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞ് നമ്മുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടി വരില്ല. ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളുടെ ലിസ്റ്റും ചെക്ക് ലിസ്റ്റും എഴുതി സൂക്ഷിക്കുക. ഇതേ നോട്ട്ബുക്കിൽ തന്നെ നമുക്ക് മനസ്സിലേക്ക് വരുന്ന ചിന്തകളും ഓർമ്മിക്കേണ്ട കാര്യങ്ങളൊക്കെ എഴുതാൻ ഉപയോഗിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും മറക്കാതിരിക്കാനും നമ്മുടെ തോട്ട്സ് ഒന്നും നഷ്ടപ്പെടാതിരിക്കാനും ഇത് നമ്മളെ സഹായിക്കും. ടിപ്പ് നമ്പർ 8, പേപ്പർ വർക്കുകൾക്കായി ഫയലിംഗ് സിസ്റ്റം ഉണ്ടാക്കുക. പേപ്പേഴ്സ് കൃത്യമായി ഫയൽ ചെയ്ത് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം കൂടുതൽ വൃത്തിയായി സൂക്ഷിക്കാൻ കഴിയും. ഫയൽ ചെയ്യുമ്പോൾ ഓരോ ടോപ്പിക്കിനനുസരിച്ച് ഡിവൈഡ് ചെയ്യുക. ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻറ്റ്സ് ലഭിക്കാൻ ഇത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. എവിടെയാണ് ഫയലുകൾ ഇരിക്കുന്നതെന്ന് അറിയാനുള്ള മാസ്റ്റർ ലിസ്റ്റും ആൽഫബറ്റിക്കൽ ഓർഡറിൽ തയ്യാറാക്കുക. ടിപ്പ് നമ്പർ 9, ഡെലിഗേറ്റ് ദ വർക്ക്സ്. നമ്മുടെ എഫിഷ്യൻസി കൂട്ടാൻ ഡെലിഗേറ്റ് ചെയ്യാൻ കഴിയുന്ന വർക്കുകൾ മറ്റുള്ളവർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വർക്കും മറ്റുള്ളവർക്ക് നൽകണമെന്നും അതിൻ്റെ നിബന്ധനകൾ എന്തെന്നും വർക്ക് തീർക്കാൻ നൽകേണ്ട ടൈം എത്രയെന്നുമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കണം. നമ്മൾ വർക്ക് ഏൽപ്പിക്കുന്ന വ്യക്തിക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേണം. ഏൽപ്പിച്ച ജോലി കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നും ശ്രദ്ധിക്കണം. ടിപ്പ് നമ്പർ 10, നമ്മുടെ ഒരു ദിവസം നേരത്തെ സ്റ്റാർട്ട് ചെയ്യുക. അതിരാവിലെ നമ്മുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരമൊക്കെ നല്ല ഫ്രഷും എനർജറ്റിക്കും ആയിരിക്കും. ഈ ടൈമിൽ നല്ല പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. നല്ല പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്ന സമയം കൂടിയാണ് രാവിലെ. ഒരു മനുഷ്യന് ഏറ്റവും വിലപ്പെട്ടത് സമയം തന്നെയാണ്. നഷ്ടപ്പെടുന്ന സമയം നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് കൂടുതൽ സ്മാർട്ടായി വർക്ക് ചെയ്യാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനും ആഗ്രഹിക്കുന്നവർ സമയത്തെ വളരെ പ്ലാൻ ചെയ്ത് ഫലപ്രദമായി ഉപയോഗിക്കുക.
ഈ ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. Until then, bye bye. Take care.